ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ അമ്മൂമ്മയായിട്ട് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജസ്റ്റ് മോസ്ക് ഇൻ ദ UAE എന്ന് പറയുന്ന, അല്ലെങ്കിൽ തേർഡ് ലാർജസ്റ്റ് മോസ്ക് ഇൻ ദി വേൾഡ് എന്ന് പറയുന്ന നമ്മുടെ ഷേഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലേക്കാണ് പുള്ളിക്കാരിനെ ഇന്ന് കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ എൻട്രി ഫ്രീ ആണ്, പക്ഷെ നമുക്ക് പ്രീ ബുക്ക് ചെയ്യാം നമ്മുടെ വിസിറ്റ്, അല്ലെങ്കിൽ അവിടെ ചെന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. നമ്മളൊരു 6 ഒക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെ എത്തിയപ്പോൾ ഒരു 6:20, 6:30 ആ റേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അമ്മൂമ്മ അവര് അകത്തേക്ക് കയറ്റുമോ? അകത്തേക്ക് അവര് കയറ്റുമോ? എന്താ തോന്നണേ? കയറ്റുന്നാണ് പറയണത്. അമ്മൂമ്മ കംപ്ലീറ്റ് ഇതേ ഇങ്ങനെ അടിപൊളിയായിട്ടാണ് പെൻഗ്വിൻ്റെ പോലെ അമ്മൂമ്മ ഇപ്പം നിൽക്കണത്. ഫുൾ പ്രതീക്ഷയിലാണ് ആളിരിക്കണത്. നമുക്ക് നോക്കാം സാരിയിൽ അവർ കയറ്റുമോ എന്നുള്ളത്. ഇപ്പൊ സാരി ഉടുത്തിട്ടുണ്ട്, അതിന്റെ മുകളിലൊരു സ്വെറ്റർ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ഷോളും പൊതിച്ചിട്ടുണ്ട്. ഇനി അവർ കയറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഈ കൊടുത്തിരിക്കുന്ന കൈൻഡ് ഓഫ് ഡ്രസ്സുകൾ മാത്രമാണ് അവിടെ ഇടാൻ വേണ്ടി സമ്മതിക്കുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ ഇതിനു മുമ്പ് പോയിട്ട് ഒരു തവണ എനിക്ക് പുറത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ എൻ്റെ കാല് കുറച്ച് കാണുന്നൊരു ഡ്രസ്സായിരുന്നു, അപ്പോൾ അവർ കയറ്റി വിട്ടില്ല. അമ്മൂമ്മയ്ക്ക് എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മൂമ്മ സാരി ആയിരുന്നു എടുത്തത്, പക്ഷെ കംപ്ലീറ്റ് കവർ ചെയ്തതുകൊണ്ട് തന്നെ അവർ അമ്മൂമ്മേനെ അകത്തേക്ക് കയറ്റി. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രയോറിറ്റിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ പോകാനുള്ള ക്യൂവിലൊക്കെ നിൽക്കാൻ പറ്റി. അപ്പോൾ കൂടെ വന്ന ആൾക്കാർക്കും കമ്പനിയുടെ ആൾക്കാർക്കും ആ ഒരു ഫെസിലിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിങ്ങനെ നമ്മൾ ബഗ്ഗിയിൽ കയറിയിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഓൺ ദി വേ നമ്മളിങ്ങനെ പോകുമ്പം ഈ മോസ്കിനെ പറ്റിയിട്ടുള്ള ഹിസ്റ്ററി ഒക്കെ ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഫൈനലി നമ്മളിതേ മോസ്കിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ഡിസബിലിറ്റി ഉള്ള ആളുകൾ വരുന്ന ഒരു ഭാഗത്തിൽ കൂടിയാണ് നമ്മൾ വന്നത്. ലിഫ്റ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ മോസ്കിൽ വന്നപ്പം നമ്മൾ എസ്കലേറ്റർ വഴിയാണ് വന്നത്. ഈ തവണ അമ്മമ്മയ്ക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ലിഫ്റ്റിൽ വേറൊരു വഴി ഉണ്ടായിരുന്നു. ആ ഒരു വഴി കൂടെ നമ്മൾ എത്തിയത്. എന്തായാലും അത് നല്ല യൂസ്ഫുൾ ആയി. തിരക്കും കുറവായിരുന്നു. അപ്പോൾ കുറച്ച് നടന്നതുകൊണ്ട് അമ്മമ്മ ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അമ്മമ്മയ്ക്ക് എന്തായാലും കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാർ വിചാരിച്ചു ആ ബഗ്ഗിയിൽ വരുന്ന ഏരിയയാണ് മോസ്കിൻ്റെ ഭാഗം എന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തി ഈ ഒരു മോസ്കൊക്കെ കണ്ടപ്പം അമ്മമ്മ സത്യം പറഞ്ഞാൽ ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊരു പള്ളിയിലുള്ള പോലെ തന്നെ മുടി കവർ ചെയ്യണം. അപ്പം അത് ഇത്തിരി പുറത്തോട്ട് കാണുകയാണെങ്കിൽ തന്നെ അവിടെ സെക്യൂരിറ്റീസ് ഉണ്ടാവും. നമ്മളടുത്ത് അത് പ്രോപ്പർലി ഇടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പറയും. ഞാൻ അമ്മൂമ്മയ്ക്ക് ഈ ഒരു മോസ്കിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കും കൂടി പറഞ്ഞുതരാം. ഈ ഒരു മോസ്കിന് മൊത്തത്തിൽ 82 ഡോംസ് ആണ് ഉള്ളത് അകത്തേക്ക് ചെല്ലുമ്പോൾ. അതുപോലെ തന്നെ മോർ ദാൻ 1000 കോളംസ് ഉണ്ട്, അതായത് പില്ലേഴ്സ് ആയിട്ടുള്ള രീതിയിൽ കാണുന്നത്. 24 ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോട്ടിംഗ് ആയിട്ടുള്ള ഷാൻഡിലിയേഴ്സ് ആണ് ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി സാധിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി ഇങ്ങനെ വഴിയെ കാണും. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് ആക്ച്വലി അവിടെ കാണുന്ന ഒരു കുഞ്ഞൊരു ഫൗണ്ടൻ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അമ്മമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ വെള്ളത്തിൻ്റെ ആ ഒരു പരിപാടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും അക്കി ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അക്കി തന്നെയാണ് അമ്മമ്മേനെ മോസ്കൊക്കെ കാണിക്കുന്നത്. കാരണം ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് അമ്മൂമ്മേനെ കൈ പിടിച്ച് കൊണ്ടുപോയാലും വീഡിയോ എടുക്കലും രണ്ടും കൂടി നടക്കില്ല. അപ്പോൾ എന്തായാലും ആക്കി അമ്മൂമ്മേൻ്റെ കൈയൊക്കെ പിടിച്ച് കൊണ്ടുപോയി. അപ്പോൾ പുള്ളിക്കാരിക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്തായാലും അതേ മോസ്ക് കുറച്ച് നേരം പുറത്തുനിന്നൊക്കെ നിന്ന് കണ്ടതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടി അകത്തേക്ക് ഇങ്ങനെ പോവാണ്. ഈ ഒരു സ്പോട്ട് നമ്മൾ പള്ളിയുടെ അകത്ത് കയറുമ്പം നടുവിലായിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ഇത്. അമ്മൂമ്മ സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്പോട്ടിലേക്ക് ആളുകൾ വരുന്നത് കുറവായിരുന്നു. അപ്പോൾ നമുക്ക് മാത്രമായിട്ടുള്ളൊരു സ്പേസ് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കുറേ ഫോട്ടോസും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മോസ്കിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് വരേണ്ട ടൈം എന്ന് പറഞ്ഞാൽ ആ ഒരു സൺ സെറ്റ് ചെയ്യുന്ന ടൈമിലാണ്. അപ്പോൾ ഭയങ്കര ഭംഗിയാണ്. നമുക്ക് സൺലൈറ്റും ഉണ്ടാവും, അറ്റ് ദ സെയിം ടൈം ആ ഈവനിങ് ആ ഒരു ഗ്ലോ ഉണ്ടാവുമല്ലോ സണ്ണിൽ നിന്ന് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നൈറ്റ് വ്യൂവും നമുക്ക് കിട്ടും. അപ്പോൾ രണ്ട് ഭംഗിയുള്ള മോസ്കിൻ്റെ ഇതാണ് നമുക്ക് കിട്ടുക.
അതുപോലെ തന്നെ ഈ ഒരു മോസ്കിൻ്റെ ത്രൂ ഔട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 കാലിഗ്രഫി സ്റ്റൈൽസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിലൊന്ന് പറയുന്നത് നാക്ഷി എന്ന് പറയുന്ന ഒരു കാലിഗ്രഫി സ്റ്റൈലാണ്, പിന്നെ ഉള്ളത് തുളുത്ത് എന്ന് പറയുന്നതും, പിന്നെ കൂഫിക് എന്ന് പറയുന്ന ഒരു കാലിഗ്രഫി സ്റ്റൈലാണ്. അങ്ങനെ 3 കാലിഗ്രഫി സ്റ്റൈൽസാണ് ഈ മോസ്ക് ത്രൂ ഔട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അമ്മൂമ്മയ്ക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് കയറി ഈ ലൈറ്റിങ്ങും ഈ ഷാൻലിയോൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇതിൻ്റെ അകത്ത് ഇത്രയധികം കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. ഈവൻ ഈ നമുക്ക് കുറച്ച് ഏരിയ മാത്രമേ വിസിറ്റേഴ്സിന് അലൗഡ് ഉള്ളൂ, പക്ഷേ അതുപോലും അത്ര ഭംഗിയായിട്ട് കീപ്പ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ 3ാമത്തെ വിസിറ്റാണ് ഈ ഒരു ഗ്രാൻഡ് മോസ്കിലേക്ക്. നമ്മൾ ആദ്യം ഞാൻ വന്ന സമയത്ത് ഒരു തവണ വന്നിരുന്നു, പിന്നെ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഓരോരുത്തർ വരുമ്പോഴും അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് നമ്മൾ അവരെ അക്കമ്പനി ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗ്രാൻഡ് മോസ്കിലേക്ക് വരാറ്. ഇപ്പം ഈ തവണ അമ്മൂമ്മ വന്നപ്പോൾ നമ്മൾ അമ്മൂമ്മേനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ്സ് ലാർജസ്റ്റ് ഹാൻഡ് നോട്ടഡ് കാർപ്പറ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കൈകൊണ്ട് തുന്നിയിട്ടുള്ള കാർപ്പറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു വാസ്റ്റ് ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് മെയ്ഡ് ബൈ ആൻ ഇറാൻ കാർപ്പറ്റ് കമ്പനി. അപ്പോൾ അതും കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. നല്ല ഭംഗിയുള്ള കാർപ്പറ്റാണ്. ഒരു വലിയ ഏരിയ തന്നെ അത് ആ ഒരു സ്പേസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു പള്ളീനെ കുറിച്ച് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പം ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തു തന്നുള്ള ഈ ഒരു വീഡിയോയിലൂടെ. എന്തായാലും അമ്മൂമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കും ഈ ഓരോ തവണ ഈ പള്ളിയിൽ വരുമ്പോഴും എനിക്ക് ഇഷ്ടമാണ്. ഭയങ്കര അത്ഭുതത്തോടെ തന്നെ ഞാൻ നോക്കി കാണാറുണ്ട് ഓരോ വർക്കും. അത്രയും നല്ല ഭംഗിയുള്ള ഡിസൈൻസും പാറ്റേൺസും ആണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നല്ല ടൈം എടുത്ത് എല്ലാതും പ്രോപ്പർലി കണ്ടതിന് ശേഷം തന്നെയാണ് മോസ്കിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത്. ഈവൻ എല്ലാ മൈന്യൂട്ടായിട്ടുള്ള ഡിസൈൻസും പാറ്റേൺസും എല്ലാം അമ്മൂമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മൂമ്മ എന്തായാലും നല്ലൊരു ഉമ്മച്ചിക്കുട്ടിയായിട്ടാണ് നിൽക്കുന്നത്. എങ്ങനെയുണ്ട് പള്ളിയിലത്തെ എക്സ്പീരിയൻസ്? ഇഷ്ടായ? ഡിസൈനൊക്കെ നന്നായിട്ടുണ്ട്, എല്ലാം ഇഷ്ടമായി. അപ്പോൾ നമ്മൾ ഇതോടുകൂടി നമ്മുടെ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങാൻ നേരത്താണ് ഈ ഒരു ഭംഗിയുള്ള ഒരു റിഫ്ലക്ഷൻ ഞാൻ നമുക്ക് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നിർത്തി പുള്ളിക്കാരീനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ വീഡിയോയിലും കൂടി അത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇവിടെ ഒരു വാട്ടറിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അതിൽ ഈ ഒരു പില്ലേഴ്സിൻ്റെ ഒക്കെ റിഫ്ലക്ഷൻ വന്നിട്ട് ഭയങ്കര ഒരു ഭംഗിയാണ്. വീഡിയോയിലൂടെ അത്രയ്ക്ക് ഭംഗിയിൽ എനിക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ലൈവായിട്ട് കാണുമ്പം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനാണത്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഒരു സർട്ടൻ പോയിന്റ് വരെ നമുക്ക് നേരത്തെ വന്ന പോലെ തന്നെ ലിഫ്റ്റിൽ നമ്മൾ പോകണം. അതിനുശേഷം അമ്മൂമ്മേനെ മാത്രമായിരുന്നു ബഗ്ഗിയിൽ കയറ്റി വിട്ടത്. കാരണം അത് ലാസ്റ്റ് ബഗ്ഗിയായിരുന്നു. പിന്നെ ഇതേപോലെ കുറച്ച് ആളുകൾക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നടക്കാനൊക്കെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളോട് അവർ നടക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നടന്ന് നമ്മൾ എൻഡ് ചെയ്യുന്ന ആ ഒരു പോയിന്റിലാണ് ഇതുപോലെ കുറേ ഇവരുടെ സോവനിയേഴ്സും അതുപോലെ ഒരു ഗിഫ്റ്റിംഗ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതൊക്കെ നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ അവിടെ നിന്ന് മേടിക്കുകയും ചെയ്യാം. അപ്പോൾ അതെല്ലാം എക്സിബിറ്റ് ചെയ്തൊരു ഏരിയയിലൂടെയാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്. ഇതിന് ശേഷം ഞങ്ങൾ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പോകുന്നത് വഹദ് അൽ കരാമ എന്ന് പറയുന്ന ഒരു സ്പോട്ടിലോട്ടാണ്. ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കാണുന്ന സ്ഥലം. നാഷണൽ ഹീറോസ് ഇൻ ഹോണർ ഓഫ് ദെയർ സാക്രിഫൈസ് ആൻഡ് റെക്കഗ്നിഷൻ ഓഫ് ദെയർ ഹീറോയിസം. എല്ലാവർക്കും അറിയുന്നൊരു സ്പോട്ടാണോ എന്ന് അറിയില്ല, പക്ഷെ മോസ്ക് കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ എപ്പോഴും നമ്മൾ ഇവിടെയും കൂടി വന്ന് കാണാറുണ്ട്. കാരണം ഈ പറയുന്ന ഏരിയ ഡെഡിക്കേറ്റ് ചെയ്തത് മെമ്മറി ഓഫ് UAE's നാഷണൽ ഹീറോസ് ആണ്. അവരുടെ സാക്രിഫൈസിനും ഹീറോയിസത്തിനൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു സ്പോട്ടാണിത്. അപ്പോൾ ഇത്രയും ഭംഗിയായിട്ടുള്ള ആ ഒരു ഗ്രാൻഡ് മോസ്കിൻ്റെ വ്യൂ റിഫ്ലക്ഷനിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് ഈ ഒരു സ്പോട്ടിൻ്റെ വേറെ ഒരു എടുത്തു പറയേണ്ട ഒരു ഭംഗി. അപ്പം അമ്മേനെ തല തിരിക്കരുത് എന്നുള്ള രീതിയിലാണ് അമ്മൂമ്മേനെ നമ്മൾ കൊണ്ടുവന്നത്. ആ വ്യൂ ആ സ്പോട്ടിൽ കറക്റ്റ് സെൻറ്ററിൽ എത്തിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അമ്മൂമ്മേനോട് തിരിഞ്ഞു നോക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു റിഫ്ലക്ഷനൊക്കെ കണ്ടപ്പം. എന്തായാലും നമ്മളവിടെ കുറച്ച് ടൈം അവിടെയൊക്കെ നിന്ന് സംസാരിക്കുകയും കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നല്ല തണുപ്പും മഞ്ഞും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തു.
പക്ഷെ ഒരുപാട് വൈകി പോകും. ഈ നാട്ടിൽ പോകുമ്പോഴേ എനിക്ക് വിഷമം. ചുറ്റി മറ്റേ കുതിര ഓൺ ദി വേയുള്ള കുറച്ച് കാഴ്ചകളും ഒക്കെ കാണിച്ചതിന് ശേഷം നമ്മൾ നേരെ വന്നിട്ടുള്ളത് നമ്മുടെ സിറ്റി മക്കാനിലേക്കാണ്. നമ്മൾ സ്ഥിരമായി വന്ന് ചായ കുടിക്കുന്ന ഒരു സ്പോട്ടാണ്. അത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ 2 നോർമൽ ചായയും ഒരു സ്ട്രോങ് ചായയും പറഞ്ഞു ഓർഡർ കൊടുത്തു. അങ്ങനെ നമ്മുടെ ബ്രോ നമുക്ക് ചായയൊക്കെ കൊണ്ടു തന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ വീഡിയോ അങ്ങനെ എൻഡ് ചെയ്യണം കേട്ടോ. ഈ ഒരു കണ്ടന്റ് മാത്രമായിരുന്നു. മോസ്കിൽ പോണതാണ് ഇന്നത്തെ വ്ളോഗ്. അങ്ങനെ കുറച്ച് വിശേഷങ്ങളും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇനി അമ്മൂമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഇതുപോലത്തെ സ്ഥലങ്ങളും കൊണ്ടുപോകാനുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരിനെ കൊണ്ടുപോകുന്ന വീഡിയോസ് ആയിരിക്കും ഇനി വരുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. പിന്നെ നിങ്ങൾ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്